Hi friends, this is me Tintu and you are watching your Tintu's Life. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഓലത്തുഞ്ച് കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ചൂല് എങ്ങനെയാണ് നെയ്തെടുക്കാൻ പറ്റുന്നത് എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നെയ്തെടുക്കുന്ന രീതി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഓലത്തുഞ്ച് എടുത്ത് അതിൻ്റെ ഈർക്കിളി തണ്ടിൽ നിന്നും വിട്ടുപോകാതെ ഓല മാത്രം ഈ കാണുന്നത് പോലെ നമ്മൾ ഈർക്കിളിയിൽ നിന്നും നീക്കം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈർക്കിളി മുറിഞ്ഞു പോകരുത്. ഓലത്തുഞ്ചിൻ്റെ അടിഭാഗം മുതൽ മുകൾ ഭാഗം വരെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ചെയ്തെടുക്കുക. ഇതിനു ശേഷം നമുക്ക് തണ്ടിൽ നിന്നും ഈർക്കിളി വിട്ടുപോകാതെ ഓല മാത്രം ഇങ്ങനെ അടർത്തിയെടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ചൂല് നമ്മുടെ പഴമക്കാര് ധാരാളം ഉപയോഗിച്ചിരുന്നു. നാട്ടിൻപുറങ്ങളിലൊക്കെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകൾ ഈ ഒരു ചൂല് വീട്ടിൽ വെച്ചിട്ട് നെയ്ത് കടകളിലും വീടുകളിലും ഒക്കെ കച്ചവടം നടത്തിയിരുന്നു. അടുത്തതായി ഈർക്കിളി ഇതേപോലെ ചീകി വൃത്തിയാക്കുക. എല്ലാ ഓലത്തുഞ്ചും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ തണ്ടിൻ്റെ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തണ്ട് ചീകുക. നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാകത്തിൻ്റെ വലുപ്പത്തിൽ നമുക്ക് ഇത് ചെറുതാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈർക്കിളി മുറിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ഓലത്തുഞ്ചും ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് പോലെ നമ്മൾ ചൂലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള 10 ഓലത്തുഞ്ചാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ട്വൈനാണ്. ഒരു ട്വൈൻ എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ ഇതേപോലെ ഒരു കെട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ഓലത്തുഞ്ചും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഓലത്തുഞ്ചെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ട്വൈനിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് റോള് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല രീതിയിൽ തന്നെ അത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ട്വൈനിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന ഈർക്കിളിൻ്റെ തൊട്ടടുത്തുള്ള ഈർക്കിളിൻ്റെ അടിയിൽ കൂടി ട്വൈൻ കോർത്തെടുത്തിട്ട് നമ്മളതിനെ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് പൊന്തി നിൽക്കുന്ന ഈർക്കിളിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്നത്, അതായത് തൊട്ടടുത്ത് വരുന്ന ഈർക്കിളിൻ്റെ അടിയിൽ കൂടി ട്വൈൻ വീണ്ടും കോർത്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പൊന്തി നിൽക്കുന്ന ഈർക്കിളിൻ്റെ അടുത്ത് ഈർക്കിളി ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ വേറെ ഒരു എക്സ്ട്രാ ഈർക്കിളി എടുത്തിട്ട് അതവിടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ ട്വൈൻ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് വേണ്ട ലെങ്ത്തിൽ ട്വൈൻ കോർത്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ട്വൈൻ മുഴുവൻ കോർത്തെടുത്ത് നമുക്ക് ഈ ഒരു ഡിസൈനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എക്സ്ട്രാ വരുന്ന ട്വൈൻ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക.
ശേഷം ഇതിൻ്റെ എൻഡ് ഭാഗം വരുന്നത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അടുത്തതായി നമുക്ക് ചൂലിൻ്റെ നടുഭാഗത്തായിട്ട് ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഫൈനലി നമ്മുടെ ചൂലിൻ്റെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതിനെ ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ട് നല്ല ലെവൽ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മനോഹരമായിട്ടുള്ള ചൂല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെയുള്ള ഒരു ഓലച്ചൂല് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനും അതേപോലെ തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കും അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.